നമസ്കാരം. ഭാരതത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും അഭിമാനകരവും തിളക്കമാർന്നതുമായ ഒരു സുവർണ അധ്യായത്തിലേക്കാണ് ഇന്ന് ലോകം മുഴുവൻ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. ഈ വലിയ നേട്ടത്തിലേക്കൊന്ന് കടക്കുന്നതിന് മുൻപ് നമുക്ക് നമ്മുടെ ഭൂതകാലത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. എല്ലുകൾ പുറത്തേക്കുന്തി കണ്ണുകൾ തുറുപ്പിച്ച് തെരുവോരങ്ങളിലെ എച്ചിൽ പാത്രങ്ങളിൽ കൈയിട്ട് വിശപ്പിന്റെ വിളിയടക്കാൻ ഭക്ഷണപ്പൊതികൾ തപ്പി നടന്നിരുന്ന ആ പാവം കുഞ്ഞുങ്ങളുടെ കണ്ണീർ കഥകൾ ഏതൊരു ഭാരതീയനാണ് മറക്കാനാവുക? എന്നാൽ ആ ദുരിതപൂർണമായ ചിത്രങ്ങളെല്ലാം ഇന്ന് നമ്മുടെ ഭൂതകാലത്തിന്റെ മാത്രം കറുത്ത ഓർമ്മകളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാതെ തെരുവിൽ അന്തിയുറങ്ങാനും ഇരുട്ടിന്റെ മറപറ്റി സ്വപ്നങ്ങളും ജീവിതവും ഹോമിക്കാനും വിധിക്കപ്പെട്ടിരുന്ന ദരിദ്രരായ പൗരന്മാരുടെ ആ ഇരുണ്ട ഭാരതത്തിന് ഇന്ന് പൂർണ്ണമായും നമ്മൾ വിട നൽകി. ലോകം മുഴുവൻ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധികളിലും മാന്ദ്യങ്ങളിലും പെട്ട് പരക്കം പായുമ്പോൾ ഇന്ത്യയിൽ നിന്ന് പുറത്തു വരുന്നത് ഓരോ രാജ്യസ്നേഹിയുടെയും നെഞ്ച് അഭിമാനത്താൽ പുളകം കൊള്ളിക്കുന്ന അമ്പരപ്പിക്കുന്ന വിവരങ്ങളാണ്. പട്ടിണിയുടെയും പോഷകാഹാരക്കുറവിന്റെയും കറുത്ത നാളുകളെല്ലാം ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ് കോടിക്കണക്കിന് സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിൽ പുഞ്ചിരി വിടർത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ ദീർഘവീക്ഷണമുള്ള ഭരണം. നരേന്ദ്രമോദി എന്ന ഭരണാധികാരി അധികാരത്തിൽ വന്നതിനു ശേഷം രാജ്യത്തുണ്ടായ മാറ്റം കേവലം സാധാരണമായ ഒന്നല്ല. എഞ്ചിനീയറുടെ മക്കൾ മാത്രം എഞ്ചിനീയർമാരാവുകയും ഡോക്ടർമാരുടെ മക്കൾ മാത്രം ഡോക്ടർമാരാവുകയും കൂലിപ്പണിക്കാരന്റെ മക്കൾ എന്നും കൂലികളായി മാത്രം കഴിയേണ്ടി വരികയും ചെയ്യുന്ന ആ പഴയ അടിച്ചേൽപ്പിക്കപ്പെട്ട ദുർവിധികളെല്ലാം ഇവിടെ പൂർണ്ണമായി തിരുത്തി കുറിക്കപ്പെട്ടു. ജാതിയുടെയും മതത്തിന്റെയും പണത്തിന്റെയും മതിൽക്കെട്ടുകൾക്കപ്പുറം ഈ രാജ്യത്തെ ഏതൊരു സാധാരണക്കാരന്റെ മക്കൾക്കും വലിയ വലിയ സ്വപ്നങ്ങൾ കാണാനും അത് സ്വന്തമാക്കാനും സാധിക്കുമെന്ന് നമ്മെ ബോധ്യപ്പെടുത്തിയത് ഈ ഭരണകൂടത്തിന്റെ കരുതൽ തന്നെയാണ്. എന്തിനും അസൂയയും കുത്തിത്തിരിപ്പും കാട്ടി രാജ്യത്തിന്റെ വളർച്ചയിൽ കണ്ണുകടിയുള്ളവർ ഈ സത്യം ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നന്നായിരിക്കും. ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും പുതിയ ഔദ്യോഗിക റിപ്പോർട്ടാണ് ഇന്ത്യയുടെ ഈ സമാനതകളില്ലാത്ത ചരിത്ര നേട്ടം ലോകത്തിന് മുന്നിൽ വലിയ പ്രഖ്യാപനമായി തുറന്നു കാട്ടിയിരിക്കുന്നത്. പട്ടിണി കുറയ്ക്കുന്നതിൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ ഇന്ത്യ കൈവരിച്ച അതിശയകരമായ പുരോഗതി വാക്കുകൾക്കതീതമാണെന്ന് അന്താരാഷ്ട്ര തലത്തിൽ UN തന്നെ വ്യക്തമാക്കുന്നു. ഏറ്റവും പുതിയ ആധികാരിക കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നവരുടെ എണ്ണത്തിൽ ഏകദേശം 42% കൂറ്റൻ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദശകങ്ങളായി രാജ്യത്തെ വേട്ടയാടിയിരുന്ന വിശപ്പിന്റെയും ദാരിദ്ര്യത്തിന്റെയും സങ്കട കഥകൾക്ക് അറുതി വന്നുവെന്നതിന്റെ ഇതിനേക്കാൾ വലിയൊരു തെളിവ് വേറെന്താണ് വേണ്ടത്? 5 പ്രമുഖ ഐക്യരാഷ്ട്രസഭ ഏജൻസികൾ സംയുക്തമായി പുറത്തിറക്കിയ സ്റ്റേറ്റ് ഓഫ് ഫുഡ് സെക്യൂരിറ്റി ആൻഡ് ന്യൂട്രീഷൻ ഇൻ ദ വേൾഡ് 2026 റിപ്പോർട്ടിലാണ് ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷാ രംഗത്തെ ഈ അവിശ്വസനീയമായ കുതിച്ചുചാട്ടം ലോകത്തിന് മുന്നിൽ വിശദമായി പ്രതിപാദിച്ചിരിക്കുന്നത്. ആഗോളതലത്തിൽ കോവിഡിന്റെ കടുത്ത പ്രത്യാഘാതങ്ങളും അതിതീവ്രമായ കാലാവസ്ഥാ പ്രതിഭാസങ്ങളും വിനാശകരമായ യുദ്ധങ്ങളും കാരണം ലോകമെമ്പാടുമുള്ള ഭക്ഷ്യവിതരണ ശൃംഖലകൾ ആകെ തകർന്നു തരിപ്പണമായ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ലോകരാഷ്ട്രങ്ങൾ കടന്നുപോയത്. കാലാവസ്ഥാ വ്യതിയാനം, സായുധ സംഘർഷങ്ങൾ, ആഗോള വ്യാപാര തടസ്സങ്ങൾ എന്നിവയൊക്കെ ലോകമെമ്പാടും ഭക്ഷണ വിലക്കയറ്റത്തിനും ക്ഷാമത്തിനും വഴിവെച്ചിട്ടും അതിനെയെല്ലാം അതിജീവിച്ച് ഇന്ത്യ ഈ ചരിത്ര വിജയം സ്വന്തമാക്കിയെന്നത് നമ്മുടെ രാജ്യത്തിന്റെ കരുത്താണ് വിളിച്ചോതുന്നത്. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ സൗജന്യ റേഷൻ പദ്ധതികളും കോടിക്കണക്കിന് പാവപ്പെട്ടവർക്ക് തണലായ ജനക്ഷേമ പരിപാടികളുമാണ് ഈ വിപ്ലവകരമായ മാറ്റത്തിന് പ്രധാന കാരണമായതെന്ന് UN തന്നെ അടിവരയിട്ട് അംഗീകരിച്ചിരിക്കുകയാണ്. പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും 2019 മുതൽ 2025 വരെയുള്ള കാലയളവിൽ ആരോഗ്യകരമായ ഭക്ഷണം വാങ്ങാൻ കഴിയാത്തവരുടെ എണ്ണം ഏകദേശം 29% കുറയ്ക്കാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇന്ന് രാജ്യത്തെ കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് വയറു നിറയെ പോഷകാഹാരം ഉറപ്പാക്കാൻ സർക്കാരിന്റെ കൃത്യമായ പദ്ധതികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ മുൻകാലങ്ങളിൽ കണ്ടിരുന്ന വളർച്ചാ മുരടിപ്പ് 2012 41.7% നിന്ന് 2024 32.9% ഗണ്യമായി കുറഞ്ഞുവെന്നത് മറ്റൊരു വലിയ നാഴികക്കല്ലാണ്. കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിലും പോഷകാഹാര ലഭ്യതയിലും രാജ്യം കൈവരിച്ച ഈ ചരിത്ര പുരോഗതി വരും തലമുറയ്ക്ക് വലിയ കരുത്തേകുന്നതാണ്.
ആഗോളതലത്തിൽ പട്ടിണി തുടർച്ചയായ 3-ാം വർഷവും കുറഞ്ഞതായി UN വ്യക്തമാക്കുമ്പോൾ അതിന്റെ പ്രധാന ക്രെഡിറ്റ് ഇന്ത്യയുടെ ശക്തമായ നേതൃത്വത്തിനാണ് ലഭിക്കുന്നത്. 2025 ലോക ജനസംഖ്യയുടെ 7.8% ഏകദേശം 64.5 കോടി ആളുകൾ പട്ടിണി അനുഭവിച്ചപ്പോൾ 2024 ഇത് 8.1%, 2022 ഇത് 8.6%. ആഗോളതലത്തിലുള്ള ഈ കണക്കുകൾ താഴേക്ക് കൊണ്ടുവരുന്നതിൽ ഇന്ത്യയുടെ പങ്ക് വലുതാണെന്ന് റിപ്പോർട്ട് എടുത്തു പറയുന്നുണ്ട്. ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഏഷ്യൻ മേഖലയിൽ രേഖപ്പെടുത്തിയ ഈ മാതൃകാപരമായ മുന്നേറ്റമാണ് ലോകത്തിലെ മൊത്തത്തിലുള്ള പട്ടിണിയുടെ തോത് കുറയാൻ പ്രധാന കാരണമായതെന്ന് UN വിലയിരുത്തുന്നു. ഇത്രയും വലിയൊരു തിളക്കമാർന്ന നേട്ടം രാജ്യം സ്വന്തമാക്കുമ്പോൾ ഭാരതത്തിന്റെ പുരോഗതി ലോകത്തിന് മുന്നിൽ ശോഭിച്ചു നിൽക്കുന്ന സുവർണ കാലഘട്ടമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളുടെ വിശപ്പകറ്റാൻ രാവും പകലും വ്യത്യാസമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്ര ഭരണകൂടം ഇവിടെയുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ സാക്ഷ്യപത്രമാണത്. ജനങ്ങളുടെ ആരോഗ്യവും പോഷകാഹാര നിലവാരവും ഇനിയും ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിട്ടുള്ള സമഗ്ര പദ്ധതികളുമായി മുന്നോട്ടു പോകാൻ ഈ റിപ്പോർട്ട് സർക്കാരിന് വലിയൊരു ഊർജ്ജമാണ് നൽകുന്നത്. വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും പാതയിലൂടെ നമ്മുടെ രാജ്യം കൂടുതൽ ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണ്. ലോകത്തിനു മുന്നിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക അഭിമാനത്തോടെ ഉയർത്തിപ്പിടിക്കുന്ന ഈ നേട്ടം ഓരോ ഭാരതീയനെയും സംബന്ധിച്ചിടത്തോളം ഹൃദയത്തോട് ചേർത്ത് പിടിക്കേണ്ട അംഗീകാരമാണ്. അന്താരാഷ്ട്ര പ്രതിസന്ധികളെ പോലും മികച്ച അവസരങ്ങളാക്കി മാറ്റി സ്വന്തം രാജ്യത്തെ സാധാരണക്കാരായ പൗരന്മാരുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച ഈ ഭരണകൂടത്തെ രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായി ആദരിക്കേണ്ട നിമിഷമാണിത്. വരും നാളുകളിലും ഇത്തരത്തിലുള്ള ജനക്ഷേമ വികസന പ്രവർത്തനങ്ങളിലൂടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ ലോകത്തിന് തന്നെ മാതൃകയായി മുന്നേറാൻ ഭാരതത്തിന് സാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ ചരിത്ര വിജയം ഓരോ ഭാരതീയന്റെയും സ്വാഭിമാനത്തിന്റെ വിജയമാണ്. ഇത്തരം ചരിത്രപരമായ മുന്നേറ്റങ്ങൾ നമ്മുടെ നാടിന്റെ വികസന ചരിത്രത്തിൽ ആവർത്തിക്കപ്പെടുന്നത് കേവലം വാഗ്ദാനങ്ങൾ കൊണ്ടല്ല, മറിച്ച് കൃത്യമായ ദീർഘവീക്ഷണത്തോടെയും സമർപ്പണത്തോടെയും നടപ്പിലാക്കുന്ന വികസന നയങ്ങൾ കൊണ്ടാണ്. ദാരിദ്ര്യവും വിശപ്പും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പോലുള്ള പദ്ധതികൾ ലക്ഷക്കണക്കിന് ദരിദ്ര കുടുംബങ്ങൾക്ക് ജീവിത സുരക്ഷയേകി. റേഷൻ വിതരണ രംഗത്ത് സുതാര്യത കൊണ്ടുവരികയും അർഹരായ പൗരന്മാർക്ക് കൃത്യമായ ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാക്കുകയും ചെയ്തത് പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഗ്രാമീണ മേഖലകളിൽ ജീവിക്കുന്ന കുടുംബങ്ങളുടെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കാനും അതുവഴി സാമ്പത്തിക സമത്വം കൈവരിക്കാനും സഹായകമായ പ്രവർത്തനങ്ങൾ സർക്കാർ തലത്തിൽ നിരന്തരം നടന്നുപോരുന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തോടൊപ്പം തന്നെ പാവപ്പെട്ടവരുടെ വയറും വിശപ്പും പരിഗണിക്കുന്ന ഇത്തരമൊരു ഭരണം ഭാരതത്തിന്റെ പ്രതാപം വീണ്ടും ലോക സമക്ഷം തെളിയിച്ചിരിക്കുകയാണ്. കുട്ടികളുടെയും ഗർഭിണികളുടെയും ആരോഗ്യ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി അംഗനവാടികൾ വഴിയും മറ്റ് സർക്കാർ ആശുപത്രികൾ വഴിയും നടപ്പിലാക്കിയ പോഷകാഹാര വിതരണ പരിപാടികൾ വൻ വിജയമായി മാറി. സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും ആരോഗ്യം ഒരു രാജ്യത്തിന്റെ ഭാവി നിശ്ചയിക്കുന്ന പ്രധാന ഘടകമാണ്. അതിനാൽ തന്നെ അക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും വരുത്താതെ മുന്നോട്ടു പോയതാണ് ഇന്ന് UN പോലുള്ള ആഗോള സംഘടനകൾ പോലും ഭാരതത്തെ പ്രശംസിക്കാൻ കാരണം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്കും പോഷകസമൃദ്ധമായ ഭക്ഷണം ഉറപ്പാക്കപ്പെട്ടതോടെ അവരുടെ വിദ്യാഭ്യാസ നിലവാരത്തിലും കായിക ശേഷിയിലും വലിയ പുരോഗതി ദൃശ്യമായിട്ടുണ്ട്. എത്ര വലിയ പ്രതിസന്ധി ഉണ്ടായാലും സ്വന്തം ജനങ്ങളെ തനിച്ചാക്കില്ലെന്ന ഭരണകൂടത്തിന്റെ ദൃഢനിശ്ചയം ഏത് പ്രതികൂല സാഹചര്യത്തെയും മറികടക്കാൻ നമ്മെ പ്രാപ്തരാക്കുമെന്ന് ഇത് വീണ്ടും തെളിയിച്ചിരിക്കുന്നു. ഈ അഭിമാന നിമിഷത്തിൽ ഭാരതം കൈവരിച്ച ഈ ചരിത്ര നേട്ടത്തിന്റെ പങ്ക് ഓരോ പൗരനും ഒരുപോലെ അവകാശപ്പെട്ടതാണ്. നമ്മൾ ഒറ്റക്കെട്ടായി കൈകോർത്താൽ കീഴ്പ്പെടുത്താനാവാത്ത ഏത് വലിയ ലക്ഷ്യവും നമുക്ക് സാധ്യമാകും. അപ്പോൾ ലോകത്തിന് മുന്നിൽ ഭാരതത്തിന്റെ ശിരസുയർത്തിയ ഈ മഹത്തായ നേട്ടത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു പ്രസക്ത ചർച്ചാ വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.